നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിരോധനാജ്ഞ ആരംഭിച്ചു. ചെർപ്പുളശ്ശേരിയിൽ വളരെ ചുരുക്കം ആളുകളാണ് നഗരത്തിൽ എത്തിയിട്ടുള്ളത്. പോലീസിന്റെ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. മഴയൊന്നു കനത്താൽ ഒറ്റപ്പാലം നഗരത്തിലെ ഓടകൾ നിറഞ്ഞ റോഡിലേക്ക് ഒഴുകും. പരിഹാരമെന്നോണം നഗരത്തിൽ ഒരു മലിനജല ശുദ്ധീകരണി നിർമ്മിക്കാനുള്ള പദ്ധതി ഒരുങ്ങിയിട്ടുണ്ട്. എന്നാൽ പദ്ധതിയുടെ സാങ്കേതിക അനുമതി ലഭിച്ചിട്ട് പോലുമില്ല. മലപ്പുറം ജില്ലയിൽ നിരോധനാജ്ഞയ്ക്ക് തുടക്കമായി. കോവിഡ് രോഗികൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ഈ സാഹചര്യത്തിൽ 144 പ്രകാരം കൂടുതൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. 144 നിരോധനാജ്ഞ ആരംഭിച്ചു. ചെർപ്പുളശ്ശേരിയിൽ വളരെ ചുരുക്കം ആളുകളാണ് നഗരത്തിൽ എത്തിയിട്ടുള്ളത്. പോലീസിന്റെ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. ജില്ലയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമായി പാലിക്കാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. പൊതുസ്ഥലങ്ങളിൽ 5 പേരിലധികം ആളുകൾ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ അകത്തും പുറത്തും ഇത് ബാധകമാണ്. അതേസമയം പൊതുഗതാഗതത്തിന് നിയന്ത്രണമുണ്ടാകില്ല. കടകൾ, ബാങ്കുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവ തുറന്നു പ്രവർത്തിക്കും. പരീക്ഷകൾക്കും തടസ്സമുണ്ടാകില്ല. മരണാനന്തര ചടങ്ങുകൾ, വിവാഹം എന്നിവയ്ക്ക് കർശന നിയന്ത്രണങ്ങളോടുകൂടി ആളുകൾക്ക് പങ്കെടുക്കാം. ചെർപ്പുളശ്ശേരി നഗരത്തിൽ ഇതിന്റെ ഭാഗമായി പോലീസ് കർശന നിരോധനം ആരംഭിച്ചിട്ടുണ്ട്. നഗരത്തിൽ വളരെ കുറച്ചു വാഹനങ്ങളും ആളുകളും മാത്രമാണ് ഉള്ളത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും പോലീസ് സംവിധാനവും ചേർന്ന് നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ കർശന നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. CCN ന്യൂസ്, ചെർപ്പുളശ്ശേരി. മാധ്യമങ്ങളെ അറിയിക്കാതെ കാറൽമണ്ണയിലെ കളത്തുംകുണ്ട് കോളനി സന്ദർശിച്ച BJP നേതാക്കൾ. PMAY ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം ഗൗരവമുള്ളതല്ലെന്ന നിലപാടാണ് BJPക്ക്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ചെർപ്പുളശ്ശേരി നഗരസഭയിലെ കാറൽമണ്ണ കളത്തുംകുണ്ട് കോളനിയിൽ PMAY ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീടുകളിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് CPM രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ ദിവസം കോളനി സന്ദർശിച്ച ഷൊർണൂർ MLA PK ശശി ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കെയാണ് BJP നേതാക്കൾ മാധ്യമങ്ങളെ പോലും അറിയിക്കാതെ കോളനി സന്ദർശിച്ചത്. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ ഉയർന്നു വന്നിരുന്ന മറ്റ് ഏതു പ്രശ്നവും ഏറ്റെടുത്തിരുന്ന BJP നേതൃത്വം ഈ കോളനിയിലെ അഴിമതി ആരോപണത്തെ കണ്ടില്ലെന്ന മട്ടിലാണ്. കോളനിയിലെ അഴിമതി ആരോപണം ഗൗരവമുള്ളതല്ലെന്നും അതിനാലാണ് മാധ്യമങ്ങളെ അറിയിക്കാതെ കോളനി സന്ദർശിച്ചതെന്നും BJP നേതൃത്വം അറിയിച്ചു. ഈ അഴിമതി ആരോപണം CPM ഉയർത്തിക്കൊണ്ടുവന്നതിനാലാണോ എന്നും അതോ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ താൽപര്യങ്ങൾ ഉള്ളതുകൊണ്ടാണോ BJP ഈ വിഷയത്തിൽ കണ്ണടയ്ക്കുന്നതെന്നും ആശങ്കയ്ക്ക് ഇടവയ്ക്കുകയാണ്. CCN ന്യൂസ്, ചെർപ്പുളശ്ശേരി. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് മലപ്പുറം ജില്ലാ BDK എറനാട് താലൂക്ക് കമ്മിറ്റിയും നെയ്മർ ഫാൻസ് അസോസിയേഷനും പീസ് ഓഫ് പറമ്പും ഫാസ്ക് പള്ളിശ്ശേരിയും സംയുക്തമായി രക്തദാനം നടത്തി. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടന്ന പരിപാടിയിൽ 43 പേർ രക്തദാനം നിർവഹിച്ചു. 43 പേരാണ് രക്തദാനം നിർവഹിച്ചത്. BDK കോർഡിനേറ്റർമാരായ റാഷിദ് കാളികാവ്, മുർഷിദ് കോഡൂർ, ദിബേഷ് അറവങ്കര, സൗദ മുട്ടിപ്പാലം, അബു മൈത്ര, ഫൈസൽ അറവങ്കര, ഇക്ബാൽ കാളിക്കാവ് എന്നിവർ നേതൃത്വം നൽകി. CCN ന്യൂസ്, ചെർപ്പുളശ്ശേരി. മണ്ണാർക്കാട് മണ്ഡല യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചാണ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മണ്ണാർക്കാട് മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചാണ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്ന രക്തദാന സേനയുടെ ഭാഗമായാണ് പരിപാടി നടത്തിയത്. വരും ദിവസങ്ങളിൽ ഓരോ പഞ്ചായത്തുകളുടെ നിയോജക മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്ത് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി ആൾക്കൂട്ടങ്ങളെ ഒഴിവാക്കി ലോക്ക്ഡൗൺ ഈ കോവിഡിൻ്റെ മുഴുവൻ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് വരും ദിവസങ്ങളിലും യൂത്ത് ലീഗിൻ്റെ വളണ്ടിയർമാർ, വൈറ്റ് വളണ്ടിയർമാരൊക്കെ വരും ദിവസങ്ങളിലും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷമീർ പഴേരി, ജില്ലാ വൈസ് പ്രസിഡന്റ് നൌഷാദ് വെള്ളാപ്പാടം, മണ്ഡലം ട്രഷറർ ഷറഫുദ്ദീൻ ചങ്ങലേരി, സെക്രട്ടറി നൌഷാദ് പടിഞ്ഞാറ്റി, മണ്ണാർക്കാട് മുനിസിപ്പൽ പ്രസിഡന്റ് സമദ് പൂവക്കോടൻ എന്നിവരാണ് ആദ്യഘട്ടത്തിൽ രക്തദാനം നൽകിയത്. വൈറ്റ് ഗാർഡ് മണ്ഡലം ക്യാപ്റ്റൻ സക്കീർ മുല്ലക്കൽ, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ജിഷാർ നെച്ചുള്ളി, മണ്ണാർക്കാട് മുനിസിപ്പൽ സെക്രട്ടറി ഷമീർ നമ്പ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. UPയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടായ പോലീസ് നടപടിയിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു. ഇടവണ്ണ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് EA കരീം ഉദ്ഘാടനം ചെയ്തു.
നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാരെ, നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാരെ, നമ്മളെ പൊന്നും നേതാവിനെ, രാഹുൽ ഗാന്ധി നേതാവിനെ, യോഗി ഭരിക്കും യു പിയിൽ, അങ്ങകലെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും നേരെ നടന്ന ഉത്തർപ്രദേശ് പോലീസിന്റെ കയ്യേറ്റത്തിൽ പ്രതിഷേധിച്ചാണ് എടവണ്ണയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എ കരീമിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. പ്രതിഷേധ പരിപാടിക്ക് എം ഉനൈസ്, ഷാമിൽ പി, സാക്കിർ തൂവക്കാട്, സമദ് പി തുടങ്ങിയവർ നേതൃത്വം നൽകി. നമുക്കറിയാം, ഒരു പട്ടികജാതി കുടുംബത്തിലെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ BJPയുടെ അതല്ലെങ്കിൽ മറ്റു കശ്മലന്മാർ ബലാത്സംഗം ചെയ്ത് അവസാനം കൊലപ്പെടുത്തിയപ്പോൾ ആ കൊലപാതകത്തിൽ ഏറ്റവും ദാരുണമായ സംഭവങ്ങളാണ് യോഗി ഭരിക്കുന്ന BJP ഭരിക്കുന്ന UPയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. CCN ന്യൂസ് മലപ്പുറം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ശ്രദ്ധേയനാവുകയാണ് മങ്കട സ്വദേശി ഷിബിലി സുലൈമാൻ. MES മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കെത്തുന്ന ഡയാലിസിസ് ക്യാൻസർ രോഗികൾക്ക് ഷിബിലിന്റെ നേതൃത്വത്തിൽ സൗജന്യമായാണ് ചികിത്സാ സഹായം നൽകുന്നത്. തന്റേതായ ശൈലിയിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന മങ്കട സ്വദേശിയ ഷിബിലി സുലൈമാൻ തന്റെ ദൗത്യം 2 വർഷമായി ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. MES മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തുന്ന ഡയാലിസിസ് ക്യാൻസർ രോഗികൾക്കാണ് 2 വർഷത്തോളമായി കീമോതെറാപ്പിയും ഡയാലിസിസും സൗജന്യമായി ഷിബിലിയുടെ നേതൃത്വത്തിൽ സൗജന്യമായി നൽകി വരുന്നത്. ഇതൊന്നും കൂടാതെ മങ്കട പാലിയേറ്റീവിലെ നിർധനരായ കിഡ്നി രോഗികൾക്ക് ഡയാലൈസറും സിലിണ്ടർ കിറ്റുകളും ഷിബിലി നൽകിയിരുന്നു. സുമനസ്സുകളുടെ സഹായങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നാണ് ഷിബിലി പറയുന്നത്. ഏകദേശം 2 വർഷത്തോളമായി ഇപ്പോൾ ഡയാലിസിസ് അതുപോലെ കീമോതെറാപ്പി ഉൾപ്പെടുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ തുടങ്ങിയിട്ട് പ്രധാനമായും സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് രജിസ്ട്രേഷനോ ചാരിറ്റി സംഘടനയുമായി ബന്ധപ്പെട്ടൊന്നുമല്ല. ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡയാലിസിസ് രോഗികൾക്ക് വേണ്ടിയുള്ള ഡയാലിസർ സിലിണ്ടർ കിറ്റുകളാണ്. നമ്മൾ പാലിയേറ്റീവുമായി ബന്ധപ്പെട്ടാണ് കൊടുക്കുന്നത്. ഇതിനു മുമ്പ് ചെയ്തതൊക്കെ നമ്മളെ MES മെഡിക്കൽ കോളേജിൽ ഡയാലിസിസും അതുപോലെ ക്യാൻസർ രോഗികൾക്കുള്ള കീമോതെറാപ്പിയുടെയുമായി ബന്ധപ്പെട്ടുള്ള സംഭാവനകളായിരുന്നു. CCN ന്യൂസ് പെരിന്തൽമണ്ണ. പാലക്കാട് ജില്ലയിൽ പ്രതിരോധ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കാൻ നിയന്ത്രണങ്ങൾ ഉൾപ്പെടുത്തി കളക്ടർ ഡി ബാലമുരളി ഉത്തരവിട്ടു. ഒക്ടോബർ 3 മുതൽ 31 വരെയാണ് ഈ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കുക. പാലക്കാട് ജില്ലയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യം കണക്കിലെടുത്തും ജില്ലയിലെ 16 ഗ്രാമപഞ്ചായത്തുകളിലും 3 മുനിസിപ്പാലിറ്റികളിലുമായി കോവിഡ് ബാധിതരുടെ എണ്ണവും ക്വാറന്റൈനിൽ കഴിയുന്നവരുടെ എണ്ണവും മുന്നറിയിപ്പ് എന്നോണം ഉയരുന്ന സാഹചര്യത്തിലും ജില്ലയിലെ ഓരോ വ്യക്തിയും കോവിഡ് പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ടെന്നും മറ്റു വ്യക്തികളുമായി സമ്പർക്കം പുലർത്തുമ്പോൾ ശാരീരിക അകലം, മാസ്ക് ധാരണം, ശുചിത്വ പാലനം ഉൾപ്പെടെയുള്ള കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും കാണിച്ച് ജില്ലാ കളക്ടർ ഡി ബാലമുരളി നിയന്ത്രണങ്ങൾ ഉൾപ്പെടുത്തി ഉത്തരവിട്ടു. വിവാഹ ആഘോഷവേളകളിൽ 50 പേരിലും മരണാന്തര ചടങ്ങുകളിൽ 20 പേരിലും അധികരിക്കാൻ പാടുള്ളതല്ല. സർക്കാർ ഔദ്യോഗിക പരിപാടികൾ, മതാചാര പരിപാടികൾ, പ്രാർത്ഥനാവേളകൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പരിപാടികളിൽ 20 പേർ വരെയാണ് അനുവദനീയമായിട്ടുള്ളത്. മാർക്കറ്റുകൾ, ബസ് സ്റ്റാൻഡുകൾ, പൊതുവാഹനങ്ങൾ, ഓഫീസുകൾ, വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങൾ, ഭക്ഷ്യശാലകൾ, തൊഴിലിടങ്ങൾ, ആശുപത്രികൾ, പരീക്ഷാ കേന്ദ്രങ്ങൾ, അഭിമുഖ നടപടികൾ, വ്യവസായ മേഖലകൾ എന്നിവിടങ്ങളിൽ സാമ്പത്തികപരമായ കാര്യങ്ങളടക്കം നടപ്പാക്കേണ്ടത് ശാരീരിക അകലവും ബ്രേക്ക് ദ ചെയിൻ ഉൾപ്പെട്ട കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുമായിരിക്കണം. ഇതിനു പുറമെ ജില്ലയിലൊട്ടാകെ പൊതുസ്ഥലങ്ങളിൽ 5 പേരിൽ കൂടുതൽ ഒത്തുചേരുന്നത് നിരോധിച്ചതായും ജില്ലാ കളക്ടറുടെ ഉത്തരവ് വ്യക്തമാക്കുന്നു. അമ്പലപ്പാറ, ചാലിശ്ശേരി, കടമ്പഴിപ്പുറം, കണ്ണാടി, കൊടുവായൂർ, നെന്മാറ, ഓങ്ങല്ലൂർ, ഒറ്റപ്പാലം, പാലക്കാട്, പല്ലശ്ശന, പട്ടിരിയാരി, പുതുനഗരം, പുതുപ്പരിയാരം, പുതുശ്ശേരി, ഷൊർണൂർ, തിരുവേഗപ്പുറ, തൃത്താല, വടക്കഞ്ചേരി എന്നിവിടങ്ങളിലെ മാർക്കറ്റുകൾ, ബസ് സ്റ്റാൻഡുകൾ, മറ്റു പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ദിവസത്തിൽ 1 തവണയെങ്കിലും അണുനശീകരണം നടത്താൻ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. ഉത്തരവ് പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ഒക്ടോബർ 3 മുതൽ 1 മാസം വരെ പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കുമെന്നും ഉത്തരവ് വ്യക്തമാക്കുന്നു. CCN ന്യൂസ് ഒറ്റപ്പാലം. മഴയൊന്നു കനത്താൽ ഒറ്റപ്പാലം നഗരത്തിലെ ഓടകൾ നിറഞ്ഞ റോഡിലേക്ക് ഒഴുകും. പരിഹാരമെന്നോണം നഗരത്തിൽ ഒരു മലിനജല ശുദ്ധീകരണി നിർമ്മിക്കാനുള്ള പദ്ധതി ഒരുങ്ങിയിട്ടുണ്ട്. എന്നാൽ പദ്ധതിയുടെ സാങ്കേതിക അനുമതി ലഭിച്ചിട്ട് പോലുമില്ല.
RS റോഡിലെയും TB റോഡിലെയും സുന്ദരയ്യർ സെൻഗുപ്ത റോഡിലെയും നഗരത്തിലെയും മലിനജലമെല്ലാം ട്രീറ്റ്മെന്റ് പ്ലാന്റിലെത്തിച്ച് ശുദ്ധീകരിച്ച് പുനരുപയോഗിക്കുന്ന പദ്ധതിയാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ഇതിനായി നഗരസഭ സമർപ്പിച്ച 11.5 കോടി രൂപയുടെ പദ്ധതിക്ക് നേരത്തെ കിഫ്ബി അംഗീകാരം നൽകിയിരുന്നു. ബസ് സ്റ്റാൻഡിന് പിറകിലുള്ള എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റിന് സമീപം സ്ഥലവും കണ്ടെത്തി. ഈ പ്രകാരം മലിനീകരണ നിയന്ത്രണ ബോർഡ് അധികൃതരെത്തി സ്ഥലം പരിശോധിച്ചു. ഇവരുടെ അനുമതി കൂടി കിട്ടുന്ന മുറയ്ക്ക് സാങ്കേതിക അനുമതിക്ക് സമർപ്പിക്കാനാണ് തീരുമാനം. ഇതിനൊപ്പം ശാന്തി നഗറിലെ അഴുക്കുചാൽ നിർമ്മാണവും പൂർത്തിയാക്കുന്നുണ്ട്. ഇതിനായി 20 ലക്ഷം രൂപയുടെ പ്രത്യേക പദ്ധതിയും നഗരസഭാ ബജറ്റിൽ അനുവദിച്ചിരുന്നു. നാറ്റം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത നാറ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ അഴുക്കുചാൽ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് അവർ കംപ്ലീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്ലാബുകൾ ഇട്ട് മൂടിയിട്ടാണ് വരുന്നത്. അത് കാരണം കുറച്ച് വ്യത്യാസമുണ്ട്, അത്ര സ്മെല്ല് വരുന്നില്ല. അതിപ്പോൾ തോടിൻ്റെ ഇവിടുത്തെ എത്തുകയാണെങ്കിൽ ഞങ്ങളുടെ കിണറുകളൊന്നും നാശാവാതെ അങ്ങനെ ഇരിക്കും. അതിപ്പോൾ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും, എന്താ ചെയ്യുന്ന അതൊന്നും ഞങ്ങൾക്ക് പറയാനറിയില്ല. എന്നാലും അത് ചെയ്യുന്നുണ്ട്. അത് ചെയ്ത് കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ ഈ എന്താ പറയുക അഴുക്കിൻ്റെ സ്മെല്ലും അല്ലെങ്കിൽ വെള്ളത്തിൽ കിണർ നാശാവുന്നത് നിൽക്കും. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള മലിനജലം ഓടകളിലൂടെ പ്ലാന്റിലെത്തിച്ച് ശുദ്ധീകരിക്കും. തുടർന്ന് ചെടി നനയ്ക്കുന്നത് പോലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിക്കാനാവുമോ എന്നും നഗരസഭ പരിശോധിക്കുന്നുണ്ട്. ബാക്കി ശുദ്ധീകരിച്ച വെള്ളമെല്ലാം തോട്ടിലേക്ക് ഒഴുക്കിവിടും. CCN ന്യൂസ്, ഒറ്റപ്പാലം. മലപ്പുറം ജില്ലയിൽ നിരോധനാജ്ഞയ്ക്ക് തുടക്കമായി. കോവിഡ് രോഗികൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ഈ സാഹചര്യത്തിൽ 144 പ്രകാരം കൂടുതൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പൊതുസ്ഥലങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലും ആളുകളെ നിയന്ത്രിക്കാനും ആളുകൾ തമ്മിൽ അടുത്തിടപഴകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കി സമ്പർക്ക രോഗികളുടെ എണ്ണം നിയന്ത്രിക്കാനുമാണ് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. വിവാഹ പാർട്ടികളിൽ പരമാവധി 50 പേരെയും മരണാനന്തര ചടങ്ങുകളിൽ 20 പേരെയും മാത്രമേ അനുവദിക്കുകയുള്ളൂ. സാംസ്കാരിക പരിപാടികൾ, ഗവൺമെന്റ് നടത്തുന്ന പൊതുപരിപാടികൾ, രാഷ്ട്രീയ മതചടങ്ങുകൾ തുടങ്ങിയവയിലും പരമാവധി 20 പേരെ മാത്രമേ അനുവദിക്കുകയുള്ളൂ. മാർക്കറ്റുകൾ, ബസ് സ്റ്റോപ്പുകൾ, പൊതുഗതാഗത സംവിധാനങ്ങൾ, ഓഫീസുകൾ, കടകൾ, റെസ്റ്റോറന്റുകൾ, ജോലിയിടങ്ങൾ, ആശുപത്രികൾ, പരീക്ഷാ കേന്ദ്രങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾ ബ്രേക്ക് ദ ചെയിൻ നിർദ്ദേശങ്ങൾ പാലിച്ചും സാമൂഹിക അകലം പാലിച്ചും കർശന നിയന്ത്രണങ്ങളോടെ മാത്രമേ നടത്താൻ പാടുകയുള്ളൂ. വ്യാപാര സ്ഥാപനങ്ങൾക്കും റെസ്റ്റോറന്റുകൾക്കും രാത്രി 8 മണി വരെ പ്രവർത്തിക്കാം. റെസ്റ്റോറന്റുകളുടെ പാഴ്സൽ സർവീസുകൾക്ക് രാത്രി 9 മണി വരെ ഭക്ഷണം വിതരണം ചെയ്യാൻ അനുമതിയുണ്ടാകും. CCN ന്യൂസ്, മലപ്പുറം. ICDSന്റെ 45ാം വാർഷികാഘോഷം സംഘടിപ്പിച്ച ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികൾ 42ഓളം അംഗൻവാടികളിൽ ദീപം തെളിയിച്ചു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ICDS പദ്ധതിയുടെ 45ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് അംഗൻവാടികളിൽ ദീപം തെളിയിച്ച് ആഘോഷം കുറിച്ചത്. മലപ്പുറം ജില്ലയിൽ വേങ്ങരയിലാണ് ആദ്യമായി ICDSന് തുടക്കം കുറിച്ചിരിക്കുന്നത്. നവംബർ 15-ാം തീയതി വരെ അംഗൻവാടികളിൽ വിവിധ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. ഒക്ടോബർ 2-ാം തീയതിയാണ് ആദ്യമായിട്ട് ICDSന്റെ സ്കീം അനുസരിച്ചിട്ട് മലപ്പുറം ജില്ല വേങ്ങരയിലാണ് തുടങ്ങി വെച്ചത്. ICDS പദ്ധതി തുടങ്ങി വെച്ചത്. അതിൻ്റെ 45ാം വാർഷികമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി വെളിച്ചെന്നുള്ള പരിപാടിയിൽ ഇന്നു മുതൽ തുടങ്ങുകയാണ്. നവംബർ 15-ാം തീയതി വരെ ഓരോ പരിപാടികളായിട്ടും ഓരോ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അംഗൻവാടി തലത്തിലൂടെ. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ 42 അംഗൻവാടികളിലും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ദീപം തെളിയിച്ചതെന്ന് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N മോഹൻദാസ് പറഞ്ഞു. അതുപോലെ തന്നെ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ 42 അംഗനവാടിയിൽ 40 അംഗനവാടികൾക്കും സ്വന്തമായി കെട്ടിടവും 2 അംഗനവാടികൾക്ക് സ്ഥലം ലഭ്യമാകാത്തത് കൊണ്ട് അംഗനവാടി കെട്ടിടം വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ ഏറ്റവും നല്ല രീതിയിലുള്ള അംഗനവാടികൾ നമ്മളെ വാർഡിലായാലും എല്ലാ ഭാഗത്തും വളരെ മനോഹരമായ രീതിയിൽ അംഗനവാടിക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെ ഏത് ഭരണസമിതി ആയാലും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായി നമുക്കും അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നാളെയും ഇനി വരുന്ന ഭരണസമിതി ആയാലും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്. CCN ന്യൂസ്, പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധി സ്മൃതി സദസ് സംഘടിപ്പിച്ചു. KPCC മെമ്പർ ഫസൽ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ദർശനങ്ങളും ഇന്ത്യയിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് അനിവാര്യമായി മാറിയിരിക്കുകയാണെന്ന് മുൻ KPCC മെമ്പർ ഫസൽ മുഹമ്മദ് പറഞ്ഞു. പെരിന്തൽമണ്ണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരിന്തൽമണ്ണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അറങ്ങീക്കൽ ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുരേഷ് മഠത്തിൽ, രാജേന്ദ്രൻ തോപ്പിൽ, ദിനേശ് കണക്കഞ്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. CCN ന്യൂസ്, പെരിന്തൽമണ്ണ.
യു.പിയിൽ ഹാത്രസിലെ ദളിത് പെൺകുട്ടി പീഡനത്തിനിരയായ സംഭവത്തിൽ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി തിരൂർക്കാട് ടൗണിൽ പ്രതിഷേധിച്ചു. പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്തലവി വലമ്പൂർ ഉദ്ഘാടനം ചെയ്തു. പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കും വരെ തെരുവിലിറങ്ങുക, പോലീസിനെതിരെ നിയമ നടപടി സ്വീകരിക്കും വരെ അടങ്ങിയിരിക്കില്ലെന്നും വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി തിരൂർക്കാട് ടൗണിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിൽ പറഞ്ഞു. പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സൈതാലി വലമ്പൂർ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി നൌഷാദ്, അബ്ദുള്ള അരങ്ങത്ത്, ഷിഹാബ് ഇബ്രാഹിം, സക്കീർ ഹുസൈൻ, ഷാജിദ് പൂപ്പലം, നൌഫൽ ബാബു, സാദിഖ് AM, അഷ്റഫ് അലി, തസ്നീം എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. CCN ന്യൂസ്, പെരിന്തൽമണ്ണ. പട്ടാമ്പിയിൽ മഹാത്മാ സേവാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ KSB തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി മൂർക്കാട്ടിപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന മഹാത്മാ സേവാ കേന്ദ്രത്തിന്റെ 4ാം വാർഷികവും ഗാന്ധി ജയന്തി ദിനാചരണവുമാണ് വിവിധ പരിപാടികളോടെ നടത്തിയത്. ശുചീകരണ പ്രവർത്തനങ്ങളോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. 22ാം വാർഡിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ, 400ഓളം കുടുംബങ്ങൾക്ക് മാസ്ക്, സാനിറ്റൈസർ, കോവിഡ് പ്രതിരോധ ഹോമിയോ മരുന്ന് വിതരണം എന്നിവയും ഉണ്ടായിരുന്നു. പട്ടാമ്പി നഗരസഭാ ചെയർമാൻ KSB തങ്ങൾ ദിനാചരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി എന്ന് പറയുന്ന യുഗ പുരുഷൻ ഇന്ത്യയുടെ നേതാവല്ല, നമുക്കത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടെ ജനിച്ചു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കർമ്മമണ്ഡലം, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കർമ്മമണ്ഡലം ഇന്ത്യ അല്ല, ദക്ഷിണാഫ്രിക്കയാണ്. പക്ഷെ എന്നാലും ലോകം മുഴുവൻ നേതാവായി അംഗീകരിക്കുന്ന ആളാണ് മഹാത്മാഗാന്ധി, യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും അറിയാം, ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഇങ്ങനെ മറ്റൊരു രാഷ്ട്ര നേതാവിൻ്റെയും ലോക നേതാവിൻ്റെയും പ്രതിമകൾ സ്ഥാപിച്ചിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ രാഷ്ട്രങ്ങളിലും ഇന്ന് മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഉണ്ട്. ആ പ്രതിമ വെക്കുവാനുള്ള കാരണം, മറ്റു രാഷ്ട്രങ്ങളൊക്കെ ഒരു ദരിദ്രനാരായണന്മാരുടെ രാജ്യമായിരുന്ന ഇന്ത്യയിലെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ വെക്കണമെങ്കിൽ അത് ഇന്ത്യയുടെ അഭിമാനമാണ്, നമുക്ക് പ്രത്യേകിച്ച് അത് പറയാം. പക്ഷെ ലോകത്തിൻ്റെ മുമ്പിൽ ലോക നേതാവാണ് അദ്ദേഹം. വിവിധ പരീക്ഷകളിലെ ഉന്നത വിജയികളെ അനുമോദിക്കൽ ഹർഷ അശോകൻ നിർവഹിച്ചു. വാർഡ് കൗൺസിലർ KC മണികണ്ഠൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ മഹാത്മാ സേവാ കേന്ദ്രത്തിലേക്ക് ടെലിവിഷനും കൈമാറി. PP മോഹനൻ, NP സുബ്രഹ്മണ്യൻ, PK സുരേന്ദ്രൻ, KR നാരായണസ്വാമി, MP വിന്ദീപ്, മോഹൻദാസ് സിഡിയത്ത് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.